മടിക്കൈ ഗ്രാമപഞ്ചായത്ത് തല ഹിന്ദു ഏകതാ സമ്മേളനം കോട്ടപ്പാറയിൽ വെച്ച് നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി. ഹരിദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അനുബന്ധ പരിപാടികൾ ഏറെ ആകർഷകമായി. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. നമ്മുടെ സംസ്കാരത്തെ തച്ചു തകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തികളെയും എതിർത്തു തോൽപ്പിച്ച് ഇപ്പോഴും പൂർണ്ണശോഭയോടെ പ്രസരിച്ചു നിൽക്കുന്ന സംസ്കാരത്തിന്റെ പിന്മുറക്കാരാണ് നമ്മളെന്നതിൽ ഓരോ ഹിന്ദുവും അഭിമാനിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി. ഹരിദാസ് ആഹ്വാനം ചെയ്തു. കോട്ടപ്പാറയിൽ വെച്ച് നടത്തിയ മടിക്കൈ പഞ്ചായത്ത് തല ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എന്തിനാണ് 5 നൂറ്റാണ്ടുകൾക്കും അപ്പുറം ശ്രീരാമ ജന്മഭൂമിയിലെ മഹാക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കിയത്? അതിന്റെ പുറകിലും ഈ സംസ്കാരത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. പക്ഷേ 5 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്നിന്റെ കാലത്ത്, നമ്മുടെ കൺമുൻപിൽ നമ്മുടെ പൂർവീകന്മാർ 75-ൽ പല യുദ്ധങ്ങൾ നടത്തി നിരവധി ആളുകൾ ജീവൻ കൊടുത്ത് വീരബലിദാനികളായി ആ മഹാക്ഷേത്രം പടുത്തുയർത്തി. ആ മഹാക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ ഇവിടെ ഉയർത്തിയിരിക്കുന്നത് പോലെയുള്ള ധർമ്മപതാക, ധർമ്മധ്വജം അവിടെ പാറിക്കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കാരണം പോയതിനെ നാം തിരിച്ചു വിളിച്ചിരിക്കുന്നു. ഞാൻ കവിതയല്ല, ഹിന്ദു എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആയി പോയ ഒരു സംഭവമല്ല എന്ന് നാം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഹിന്ദുക്കളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ തിരുനാവായയിൽ കണ്ടതെന്നും ഇത്തരം സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഹിന്ദു സമൂഹത്തെ അവഗണിക്കാനാണ് ഇവിടുത്തെ ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തിയ കെ.പി. ഹരിദാസ്, പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് UPA സർക്കാർ കോടികൾ സമ്പാദിച്ചപ്പോൾ ഇവിടെ കൊടിവെച്ച കാറിൽ മറ്റു മതസ്ഥരുടെ പരിപാടികളിൽ സംബന്ധിക്കാൻ ഭരണ പ്രതിപക്ഷ നേതാക്കൾ മത്സരിക്കുകയാണ് ചെയ്തതെന്നും ചൂണ്ടിക്കാട്ടി. നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ ആധ്യാത്മിക കേന്ദ്രങ്ങൾ, നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, അതിനെയെല്ലാം നശിപ്പിച്ച് ഈ സംസ്കാരത്തെ തകർത്തു കളയാമെന്ന് വ്യാമോഹിച്ച ആളുകൾ ചില സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ താൽക്കാലികമായ വിജയം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഓരോ കാലത്തും ഓരോ മഹാത്മാക്കൾ അതിനെതിരെ പടപൊരുതിയ ചരിത്രമാണ് നമുക്ക് ഭാരതത്തിൽ കാണാൻ കഴിയും. മാതാ അമൃതാനന്ദമയി മഠം മധൂർ ബ്രഹ്മചാരി വേദാമൃത ചൈതന്യ ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ എന്നിവർ ചേർന്ന് ദീപപ്രോജ്വലനം നടത്തിയാണ് ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ബിനുരാജ് കോട്ടപ്പാറ അധ്യക്ഷനായി. മടിക്കൈ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ വി. അശ്വതി, എം. ചിയേരിയമ്മ, പൂജ, സജു ശങ്കർ, നന്ദിത നാരായണൻ, ദേവാനന്ദ്, എസ്. സുദേവ്, ജനനി കാഞ്ഞങ്ങാട്, സുനിൽ സുരേന്ദ്രൻ, പി. സുധ, ബാബു കോട്ടപ്പാറ എന്നിവരെയും മടിക്കൈ നാദക്കോട്ട് ഭൗതിക ക്ഷേത്ര ഘടകം സ്ഥാനികരായ പുലിക്കോടൻ രാഘവൻ അന്തിത്തിരിയൻ, പെരിയടത്ത് നാരായണൻ, അടുക്കത്തിൽ സുകുമാരൻ, നെട്ടടക്കം ശശി, ബാത്തൂർ ഭഗവതി ക്ഷേത്രം വിഷ്ണുമൂർത്തി വെളിച്ചപ്പാടൻ, എ. വി. ദാമോദരൻ അടുക്കത്തിൽ, ഇക്കാങ്കോട്ട് പന്നിപ്പള്ളി പാർത്ഥസാരഥി ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ, സെക്രട്ടറി ബാബു മേലാളത്ത്, വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PR ശശിധരൻ മാസ്റ്റർ, M. രാജൻ, T. രമേശൻ, M. വി. ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ സുജീഷ് പണിക്കർ എന്നിവരെയും പരിപാടിയിൽ ആദരിച്ചു. പുരന്ദരദാസ ഭജന, രംഗപൂജ, തിരുവാതിര, ദേശഭക്തിഗാനം, വനിതാ പൂരക്കളി, പുരുഷ വനിതാ കൈകൊട്ടിക്കളി എന്നിവയെല്ലാം ഏകതാ സമ്മേളനത്തിന് പൊലിമ പകർന്നു. സമ്മേളനത്തിന് മുന്നോടിയായി മടിക്കൈ പഞ്ചായത്തിലെ അമ്മമാരെ ആദരിച്ചുകൊണ്ടുള്ള മാതൃസംഗമം, യുവജനങ്ങളെ ചേർത്തു നിർത്തിയ യുവസംഗമം, കോട്ടയോട്ടം, പഞ്ചായത്തിലുടനീളമുള്ള ഏകതാ രഥയാത്ര, ഏകതാ ബൈക്ക് റാലി തുടങ്ങിയവയും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.